TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ 7ാമത്തെ ഭാഗം വീഡിയോ ആണിത്. DNA റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മീസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. DNA-യുടെ സ്ട്രക്ചർ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വാട്സൺ ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ 1953 കണ്ടെത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവർ DNA-യുടെ റെപ്ലിക്കേഷൻ, അതായത് ഒരു DNA-യിൽ നിന്നും പുതിയ DNA എങ്ങനെയാണ് ഉണ്ടാകുന്നത്, DNA-യുടെ കോപ്പി എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ അവർ മുന്നോട്ട് വെച്ചു. അവർ മുന്നോട്ട് വെച്ച ഐഡിയയാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. എന്താണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് നോക്കാം. ഇൻ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ, the newly formed DNA has one old strand and one new strand. അപ്പോൾ ഈ ഒരു റെപ്ലിക്കേഷൻ്റെ മോഡലിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. DNA എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂളാണ്. ഈ ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂള് റെപ്ലിക്കേഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന പുതിയ DNA-യിൽ ഒരു പഴയ സ്ട്രാൻഡും ഒരു പുതിയ സ്ട്രാൻഡും ഉണ്ടാകുമെന്നാണ് വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്തത്. DNA റെപ്ലിക്കേഷന് വിധേയമാകുമ്പോൾ DNA-യുടെ രണ്ട് സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്യുകയും ഓരോ പഴയ സ്ട്രാൻഡ് ഓരോ പുതിയ സ്ട്രാൻഡിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് വാട്സൺ ക്രിക്ക് എന്നിവർ പ്രപ്പോസ് ചെയ്തത്. പിക്ചറിൽ കാണാൻ നമുക്ക് ഈ കളറിൽ കാണുന്നതാണ് പാരൻ്റൽ DNA എന്ന് പറയുന്നത്. ആ DNA-യിൽ ഈ സ്ട്രാൻഡിനെയാണ് നമ്മളിവിടെ ഓൾഡ് സ്ട്രാൻഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഈ കളറിൽ കാണുന്നതാണ് ന്യൂ സ്ട്രാൻഡ്. അപ്പോൾ ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്ത സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ പറയുന്നത്. The two strands separate and act as template for the synthesis of new complementary strands. DNA-യുടെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ഈ രണ്ട് സ്ട്രാൻഡും എന്തായിട്ട് ആക്ട് ചെയ്യും? ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യുകയും ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ ബേസ് സ്ട്രാൻഡ് എന്നുള്ള അർത്ഥമാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The two strands separate and act as template for the synthesis of new complementary strands. അപ്പോൾ DNA റെപ്ലിക്കേഷന് സമയമാകുമ്പോൾ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ആകുകയും ഓരോ സ്ട്രാൻഡും ആക്ട് ആസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ്. After the completion of replication, each DNA molecule would have one parental and one newly synthesized strand. ഇത് രണ്ടും DNA-യുടെ പാരൻ്റൽ സ്ട്രാൻഡാണ്. റെപ്ലിക്കേഷൻ്റെ സമയമായപ്പോഴത്തേക്കും ഈ രണ്ട് പാരൻ്റൽ സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്തു. ഇനി ഓരോ പാരൻ്റൽ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു. പഴയ ഓരോ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് DNA-യുടെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്നാണ് വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്തത്. After the completion of replication, each DNA molecule would have one parental and one newly synthesized strands. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണാം, ഇത് ഓരോന്നും ഓരോ പാരൻ്റൽ സ്ട്രാൻഡാണ്, ഇത് ഓരോന്നും ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്സുമാണ്. അപ്പോൾ ഇതിന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഈ രീതിയിലാണ് നടക്കുന്നതെന്ന് വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്തു. എന്നാൽ ഇതിന് പരീക്ഷണത്തിലൂടെ തെളിയിച്ച രണ്ട് സയൻറ്റിസ്റ്റുമാരാണ് മീസൽസൺ ആൻഡ് സ്റ്റാൾ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ, മാത്യു മീസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ. ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഈ രീതിയിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതായത് DNA-യുടെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ്
റെപ്ലിക്കേഷനാണ് എന്നവർ ഈക്കോളി ബാക്ടീരിയയിലൂടെ 1958 അവർ പ്രൂവ് ചെയ്തു. മാത്യു മീസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ demonstrated the semi-conservative mode of DNA replication in E. coli 1958. ഇനി എന്താണ് അവർ നടത്തിയ എക്സ്പെരിമെൻ്റ് എന്ന് നോക്കാം. അപ്പോൾ അവർ E. coli ബാക്ടീരിയയെ അവർ NH4Cl മീഡിയത്തിൽ 15 NH4Cl മീഡിയം, ദാറ്റ് മീൻസ് അമോണിയം ക്ലോറൈഡിൻ്റെ ഒരു ഹെവി ഐസോട്ടോപ്പാണ് N15 എന്ന് പറയുന്നത്. N15 ഐസോട്ടോപ്പ് കൊണ്ട് ലേബൽ ചെയ്തിട്ടുള്ള അമോണിയം ക്ലോറൈഡ്. ആ ഒരു മീഡിയത്തിൽ E. coli ബാക്ടീരിയയെ കൾച്ചർ ചെയ്തു. They grew E. coli in a medium containing N15 ammonium chloride as the only nitrogen source for many generations. E. coli ബാക്ടീരിയ സംബന്ധിച്ചിടത്തോളം ഓരോ 20 മിനിറ്റിലും ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ബാക്ടീരിയയെ ധാരാളം ജനറേഷൻസിൽ ഈ ഒരു സിംഗിൾ മീഡിയത്തിൽ തന്നെ കൾച്ചർ ചെയ്തു. അങ്ങനെ കൾച്ചർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് ഈ E. coli ബാക്ടീരിയത്തിൻ്റെ എല്ലാം DNA-യിൽ N15 ഇൻകോർപ്പറേറ്റ് ചെയ്തു. E. coli ബാക്ടീരിയയുടെ DNA എല്ലാം N15 ലേബൽ ചെയ്യപ്പെട്ടു. DNA മാത്രമല്ല, മറ്റ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സുകളും എല്ലാം N15 ലേബൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ DNA-യെ N15 DNA എന്ന് വിളിക്കുന്നു. The result was that N15 was incorporated into newly synthesized DNA. E. coli ബാക്ടീരിയയെ NH4Cl N15 മീഡിയത്തിൽ അവർ കുറേ ജനറേഷൻസ് കൾച്ചർ ചെയ്തപ്പോഴത്തേക്കും എല്ലാ DNA-യും N15 കൊണ്ട് ലേബൽ ചെയ്യപ്പെട്ടു. N15 എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഒരു ഹെവി ഐസോട്ടോപ്പാണ്. എന്നിട്ട് the result was that N15 was incorporated into both strands of newly synthesized DNA. Bacterium thus formed became heavier and the DNA is called heavier DNA. ഇങ്ങനെ ഉണ്ടായ DNA-യെ ഹെവിയർ DNA എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഹെവി DNA എന്ന് വിളിക്കുന്നു. ഈ DNA സംബന്ധിച്ചിടത്തോളം ഈ DNA-യുടെ 2 സ്ട്രാൻഡിലും N15 ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ DNA-ക്ക് N14 ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള DNA-യേക്കാളും വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ ഹെവി DNA എന്ന പേരിൽ വിളിക്കുന്നു. എന്നിട്ട് അവർ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി. The heavy DNA molecule is then subjected to centrifugation in cesium chloride. Cesium chloride ആണ് സെൻട്രിഫ്യൂഗേഷൻ അവിടെ മീഡിയമായിട്ട് എടുത്തത്. അപ്പോൾ ഈ മീഡിയത്തിൽ ഹൈ സ്പീഡിൽ DNA മോളിക്യൂള് കണ്ടെയ്ൻ ചെയ്യുന്ന E. coli ബാക്ടീരിയയെ അവർ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി. ഡ്യൂ ടു ഹയർ ഡെൻസിറ്റി N15 DNA deposited at the bottom of the test tube. ഇപ്പോൾ ഡെൻസിറ്റി കൂടുതൽ ആയത് കാരണം ഈ N15 DNA ടെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് അത് സെഡിമെൻറ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഡെൻസറായിട്ടുള്ള സാധനങ്ങൾ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലായിട്ട് ബോട്ടം ഭാഗത്തായിട്ട് ഈ DNA ഡെപ്പോസിറ്റ് ചെയ്തു, ഹെവിയർ DNA ഡെപ്പോസിറ്റ് ചെയ്തു. ആ DNA-യുടെ 2 സ്ട്രാൻഡും N15 കൊണ്ട് ലേബൽ ചെയ്യപ്പെട്ടതാണ്. ആ DNA-യെ വിളിക്കുന്ന പേരാണ് ഹെവി DNA. അടുത്തവരെന്താ ചെയ്തതെന്ന് നോക്കിയേ. Then they transferred the cells into a medium with N14 ammonium chloride. N14 മീഡിയത്തിലേക്ക് ഈ N15 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത E. coli ബാക്ടീരിയയെ അവർ അടുത്ത് ട്രാൻസ്ഫർ ചെയ്തു. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ N15 DNA-യെ N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാക്ടീരിയ വളരുന്ന മീഡിയം എന്ന് പറയുന്നത് N14 മീഡിയമാണ്. ഇവിടെ ഇത് N15 മീഡിയമായിരുന്നു. N14 മീഡിയത്തിലേക്ക് അവരതിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക?
Then the DNA was extracted from the culture after one generation. That means after 20 minutes. നേരത്തെ സൂചിപ്പിച്ചു E. coli ബാക്ടീരിയ ഓരോ 20 മിനിറ്റ്സിലും അത് ഡിവിഷൻ നടക്കും. ഇപ്പോൾ N15 മീഡിയത്തിൽ നിന്നും N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത DNA 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെന്ത് ചെയ്തു? അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തു. Then subjected to centrifugation and found that it had a hybrid or intermediate density between N15 DNA and N14 DNA. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാം. അപ്പോൾ ഇത് N14 മീഡിയമാണ്. ഈ N14 മീഡിയത്തിൽ നിന്നും 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത DNA എടുത്തു. E. coli ബാക്ടീരിയത്തിന് എടുത്തു. അപ്പോൾ പിക്ചറിൽ നോക്കിയാൽ നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ടാവും. ഇത് 2 DNAയും ഈ റെഡ് കളറിലായിരുന്നു നേരത്തെ കാണിച്ചിരുന്നത്. ഇപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഒന്ന് റെഡ് കളറിലും ഒരു സ്ട്രാൻഡ്, ഒന്ന് ഗ്രീൻ കളറിലും കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയ DNA എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യുന്നു? അടുത്തതിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി. അപ്പോൾ എന്താ റിസൾട്ട് കിട്ടിയത്? അതൊരു ഹൈബ്രിഡ് DNA ആയിരുന്നു. അതായത് ഒരു സ്ട്രാൻഡ് N14ഉം ഒരു സ്ട്രാൻഡ് N15ഉം ആയതുകൊണ്ട് ഈ DNAയെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് DNA. അപ്പോൾ ഹൈബ്രിഡ് DNA ആയതുകൊണ്ട് ഇതിൻ്റെ വെയ്റ്റ് N15നേക്കാളും കുറവാണ്, എന്നാൽ N14നേക്കാളും കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ട്യൂബിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്പേസിൽ അതിൻ്റെ ഡെൻസിറ്റി വന്നതുകൊണ്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ ഈ ഭാഗത്തായിട്ട്, നേരത്തെ ബോട്ടം ഭാഗത്തായിരുന്നു N15 DNA ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ഇത് ഏകദേശം ടെസ്റ്റ് ട്യൂബിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ ഹൈബ്രിഡ് DNA ഡെപ്പോസിറ്റ് ചെയ്തു. Then subjected to centrifugation and found that it had a hybrid or intermediate density between N15 DNA and N14 DNA. അപ്പോൾ ഇതിൻ്റെ DNAയുടെ ഡെൻസിറ്റി N15നേക്കാളും കുറവാണ്, എന്നാൽ N14നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റിയാണ് കാണാൻ സാധിച്ചത്. വീണ്ടും ഒരു 20 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ആഫ്റ്റർ 40 മിനിറ്റ്സ് they extracted, the DNA was extracted from the culture after 40 minutes, 2 generations after the transfer from N15 to N14 medium had composed of equal amounts of this hybrid DNA and of light DNA. അപ്പോൾ അടുത്ത് ഓർമ്മിക്കുക, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനും ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇതൊരു ഹൈബ്രിഡ് DNA ആണ്. N15 DNA N14 രണ്ടും കൂടെ ചേർന്നതാണ് ഹൈബ്രിഡ് DNA ആണ്. ഈ ഹൈബ്രിഡ് DNAയുടെ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ആവുകയും ഓരോ സ്ട്രാൻഡും പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈക്വൽ എമൗണ്ട് എന്ത് കിട്ടി? ഹൈബ്രിഡ് DNAയും കിട്ടി, ലൈറ്റ് DNAയും കിട്ടി. N14 N15 സ്ട്രാൻഡ് വരുന്നതാണ് ഹൈബ്രിഡ് DNA, N14 വരുന്നതാണ് ലൈറ്റ് DNA. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എമൗണ്ട്സിൽ കിട്ടി. അപ്പോൾ ഈ ഒരു മിക്സ്ചറിനെയാണ് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ടെസ്റ്റ് ട്യൂബിൽ എങ്ങനെയായിരിക്കും അത് സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക? നേരത്തെ ഹൈബ്രിഡ് DNA നമ്മൾ മനസ്സിലാക്കി. ഹൈബ്രിഡ് DNA സെഡിമെൻറ്റ് ചെയ്തത് ടെസ്റ്റ് ട്യൂബിൻ്റെ മിഡിൽ ഭാഗത്തായിരുന്നു. ഹെവി DNA സെഡിമെൻറ്റ് ചെയ്തത് ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്തായിരുന്നു. ഇപ്പോൾ നോക്കൂ, ലൈറ്റ് DNA ഉണ്ട്, ഹൈബ്രിഡ് DNA ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡ് DNA മിഡിൽ ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു, ലൈറ്റ് DNA ടോപ്പ് ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. The DNA that was extracted from the culture after 40 minutes, 2 generations after the transfer from N15 to N14 medium had composed of equal amounts of this hybrid DNA and of light DNA. രണ്ടും ഈക്വൽ എമൗണ്ട്സ് കിട്ടി. അപ്പോൾ ഇത് വീണ്ടും സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനെ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടെ നോക്കാം. അറ്റ് ഫസ്റ്റ് N15 DNA ആണ് അവർ N15 മീഡിയത്തിൽ വളർത്തിയപ്പോൾ കിട്ടിയത്. ആ DNAയെ എന്ത് പേരിൽ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഹെവി DNA ആണ്. ഹെവി DNA ടെക്സ്റ്റ് ട്യൂബിൻ്റെ ബോട്ടം ഭാഗത്തായിട്ടത് ഡെപ്പോസിറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും
അവിടെ എന്ത് കിട്ടി? N15 N14 DNA കിട്ടി. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? DNA-യുടെ 2 സ്ട്രാൻഡിൽ സെപ്പറേറ്റ് ആവുകയും ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാ DNA-യും എന്തായിട്ട് മാറി? ഈ പറഞ്ഞ ഹൈബ്രിഡ് DNA ആയിട്ട് മാറി. ദാറ്റ് ഈസ് N14 N15 DNA ആയിട്ട് മാറി. അത് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയപ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ടത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ആഫ്റ്റർ 1 ജനറേഷൻ 40 മിനിറ്റ്സ്, ടോട്ടൽ 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കിട്ടിയത്? ഈക്വൽ എമൗണ്ട്സ് ഓഫ് N14 DNA-യും കിട്ടി, N15 DNA-യും കിട്ടി. N14 N15 DNA-യും കിട്ടി. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് 2 സ്ട്രാൻഡും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയി. ഈ സ്ട്രാൻഡ് ഒരു പുതിയ N14 സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്തു. ഈ സ്ട്രാൻഡും ഒരു N14 സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ N14 DNA ഉള്ള 2 സ്ട്രാൻഡും N14 ആയിട്ടുള്ള ഒരു DNA കിട്ടി. ഒരു സ്ട്രാൻഡ് N14-ഉം ഒരു സ്ട്രാൻഡ് N15-ഉമായിട്ടുള്ള DNA കിട്ടി. അതിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയപ്പോൾ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു? N14 DNA ലൈറ്റ് DNA ആണ്. അത് ടെസ്റ്റ് ട്യൂബിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. N14 N15 DNA ഹൈബ്രിഡ് DNA ആണ്. അത് ടെസ്റ്റ് ട്യൂബിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ സെഡിമെൻറ്റേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക, N14 എന്ന് പറയുന്നത് ഹെവി DNA ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും ബോട്ടം ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. N14 N15 ഹൈബ്രിഡ് DNA ആയതുകൊണ്ട് ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട് അതിൻ്റെ ഡെൻസിറ്റി വരുന്നത് കൊണ്ട് ആ രീതിയിൽ. അപ്പോൾ ഏറ്റവും വെയിറ്റ് കൂടിയത് ഹെവി DNA ആണ്. അതിനേക്കാളും വെയിറ്റ് അല്പം കുറവാണ് ഹൈബ്രിഡ് DNA-ക്ക്, ഏറ്റവും വെയിറ്റ് കുറവാണ് ലൈറ്റ് DNA-ക്ക്. അപ്പോൾ ആ രീതിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് DNA ഓരോ റെപ്ലിക്കേഷൻ്റെ സമയമാകുമ്പോഴും DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ആവുകയും ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നു. The experiment proved that the 2 strands of DNA separates at the time of replication. റെപ്ലിക്കേഷൻ്റെ സമയമാകുമ്പോൾ DNA-യുടെ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ആകുന്നു. ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു. After the completion of replication, each DNA molecule would have one parental and one newly synthesized strand. Replication കഴിഞ്ഞു കഴിയുമ്പോൾ DNA-ക്ക് ഓരോ പാരൻ്റൽ സ്ട്രാൻഡും ഉണ്ടാകും, ഓരോ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടാകും. ഈ രീതിയിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് മീസൽസൺ, സ്റ്റാൾ എന്നിവർ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തു. ഈ രീതിയിൽ പഴയ സ്ട്രാൻഡിനെ കൺസേർവ് ചെയ്യപ്പെടുന്നു. പകുതി സ്ട്രാൻഡ് കൺസേർവ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് ഈ രീതിയിലുള്ള റെപ്ലിക്കേഷനെ വാട്സണും ക്രിക്കും വിളിച്ച പേരാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷന് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് മീസൽസൺ ആൻഡ് സ്റ്റാൾ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുമാരാണ് ഇതിന് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത്. For video lessons, please subscribe TLP's biology classes. Thank you.